കോഴിക്കോട് താമരശ്ശേരിയിൽ വിദ്യാർത്ഥികൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടി കൊല്ലപ്പെട്ട 10ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഷഹബാസിന് നാടിന്റെ കണ്ണീരിൽ കുതിർന്ന അന്ത്യാഞ്ജലി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനു ശേഷം 3 മണിയോടെ താമരശ്ശേരി ചുങ്കം പലറോക്കുന്നിലെ തറവാട് വീട്ടിൽ എത്തിച്ചു. കിടവൂർ മദ്രസയിൽ പൊതുദർശനത്തിനു ശേഷം കിടവൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കി. 100 കണക്കിന് പേരാണ് ഷഹബാസിന് അന്തിമോപചാരം അർപ്പിക്കാനെത്തിയത്. സുഹൃത്തുക്കളും ബന്ധുക്കളും ഉൾപ്പെടെ ഷഹബാസിനെ അവസാനം നോക്കുകാണാൻ നിരവധി പേരാണ് എത്തിയത്. ഷഹബാസിന്റെ മൃതദേഹം എത്തിയതോടെ സുഹൃത്തുക്കൾ പൊട്ടിക്കരഞ്ഞു. മൃതദേഹത്തിനരികെ വാവിട്ട് കരഞ്ഞ സുഹൃത്തുക്കളെ ബലം പ്രയോഗിച്ചാണ് മാറ്റിയത്. എങ്ങനെയാണ് ഒരു ഫെയർവെൽ പരിപാടി 10ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ മരണത്തിന് കാരണമായത്? ചുരുളഴിയുന്നത് ഇങ്ങനെയാണ്. ഞായറാഴ്ച താമരശ്ശേരി സ്വകാര്യ ട്യൂഷൻ സെന്ററിൽ 10ാം ക്ലാസ്സുകാരുടെ യാത്രയയപ്പ് ആഘോഷത്തിനിടെ ഡാൻസിന്റെ പാട്ടു നിലച്ചു. ഇതിനെ ചൊല്ലിയുള്ള നിസ്സാര തർക്കമാണ് വലിയ ഏറ്റുമുട്ടലിലേക്കും ഒടുവിൽ 10ാം ക്ലാസ്സുകാരന്റെ മരണത്തിലേക്കും എത്തിയത്. ഫെയർവെൽ പരിപാടിക്കിടെ ഫോൺ തകരാറിലായി പാട്ടു നിലയ്ക്കുകയും നൃത്തം തടസ്സപ്പെടുകയും ചെയ്തിരുന്നു. പിന്നാലെ താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ കൂകി വിളിച്ചു. കൂകി വിളിച്ച കുട്ടികളോട് നൃത്തം ചെയ്ത എലേറ്റിൽ MJ സ്കൂളിലെ പെൺകുട്ടി ദേഷ്യപ്പെടുകയും വാക്കുതർക്കം ഉണ്ടാവുകയുമായിരുന്നു. ഈ പ്രശ്നം ട്യൂഷൻ സെന്റർ ജീവനക്കാർ ഇടപെട്ട് പരിഹരിച്ചു. എന്നാൽ ഒരു വിഭാഗം കുട്ടികളുടെ മനസ്സിൽ പകയും പ്രതികാരവും വിട്ടുപോയിരുന്നില്ല. വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി കണക്ക് തീർക്കണമെന്ന തരത്തിൽ ചർച്ചകൾ തുടങ്ങി. ഇതാണ് നടുറോഡിലെ ഏറ്റുമുട്ടലിലേക്കും ഷഹബാസിന്റെ മരണത്തിലേക്കും എത്തിച്ചത്. സംഭവത്തിൽ 5 വിദ്യാർത്ഥികളെ പോലീസ് ഇന്നലെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഷഹബാസിനെ വീട്ടിൽ നിന്നും ചായയ്ക്ക് പലഹാരം വാങ്ങാനായി വിട്ടതായിരുന്നു അമ്മാവൻ നജീബ്. ഷഹബാസിന്റെ സ്കൂളിൽ പഠിക്കുന്ന വേറെ കുട്ടികളൊക്കെ ട്യൂഷൻ സെന്ററിൽ പഠിക്കുന്നുണ്ട്. അടി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് കൊണ്ടുപോയതാവാം. മറുഭാഗത്തുള്ള സ്കൂളിലെ കുട്ടികൾ വന്നപ്പോൾ ഇവനെ പിടിച്ചുകൊണ്ടുപോയവർ ഓടുകയും ഇവനെ കൂട്ടം കൂടി മർദ്ദിച്ച് അവശനാക്കുകയുമായിരുന്നു. ഇപ്പോഴത്തെ പിള്ളേർക്ക് ചെറിയ കാരണങ്ങൾ മതിയല്ലോ. ഇങ്ങനെ മാരകമായി മർദ്ദിക്കണമെന്നുണ്ടെങ്കിൽ ഇവർ ക്രിമിനൽ പശ്ചാത്തലമുള്ള കുട്ടികളായിരിക്കണം. മയക്കുമരുന്ന് പോലെയുള്ളവ ഉപയോഗിച്ചിരിക്കാം. അല്ലാതെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ കഴിയും? മുതിർന്നവർക്കും പങ്കുണ്ടെന്ന് സംശയമുണ്ട്. കാണികളായി നോക്കി നിന്നവർ ഇവർക്ക് പിന്തുണ കൊടുക്കുകയായിരുന്നല്ലോ. ഞങ്ങൾക്ക് നീതി കിട്ടണം. ഇങ്ങനെയൊരവസ്ഥ ആർക്കും ഉണ്ടാകരുതെന്ന് നജീബ് പറയുന്നു. ആശുപത്രിയിലേക്ക് എത്തുമ്പോൾ ഷഹബാസ് 70% ക്ഷീണിച്ചിരുന്നുവെന്ന് കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നയാളും പറഞ്ഞു. താലൂക്ക് ആശുപത്രിയിൽ നിന്നും ആവശ്യമായ ചികിത്സ നൽകിയ ശേഷം ഉടനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചു. മാരകമായ അടിയാണ് ഏറ്റത് എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഒരു പ്രതീക്ഷയും വേണ്ടെന്ന് ഡോക്ടറുടെ നിർദ്ദേശം ലഭിച്ചിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുഹമ്മദ് ഷഹബാസിന്റെ മരണത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് വിശദ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മന്ത്രി വി ശിവൻകുട്ടിയാണ് ഇക്കാര്യം ഫേസ്ബുക്ക് പോസ്റ്റിൽ അറിയിച്ചത്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാകും അന്വേഷിക്കുക.